ആം ആദ്മി പാർട്ടിയിൽ ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ ആഭ്യന്തര കലഹം തുടരുകയാണ്. അതിനിടെ രാഘവ് ചദ്ദ എംപിയുടെ Z+ കാറ്റഗറി സുരക്ഷ പഞ്ചാബ് സർക്കാർ പിൻവലിക്കുകയും ചെയ്തു. ബുധനാഴ്ചയാണ് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാഘവ് ചദ്ദയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന പോലീസുകാരോടും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരോടും എത്രയും വേഗം പോലീസ് ആസ്ഥാനത്ത് തിരികെ എത്തി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. അതോടെയാണ് രാഘവ് ചദ്ദയുടെ Z+ കാറ്റഗറി സുരക്ഷ പിൻവലിച്ചെന്ന വിവരവും പുറത്തായത്. നേരത്തെ രാഘവ് ചദ്ദയെ രാജ്യസഭയിലെ പാർട്ടിയുടെ ഉപനേതാവ് സ്ഥാനത്ത് നിന്ന് ആം ആദ്മി പാർട്ടി നീക്കം ചെയ്തതോടെയാണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പുറത്തായത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രാഘവ് ചദ്ദ അദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിച്ചില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഘവ് ചദ്ദക്ക് ഭയമാണെന്നുമായിരുന്നു ആം ആദ്മി നേതാക്കളുടെ വിശദീകരണം. തുടർന്ന് രാഘവ് ചദ്ദക്ക് പകരം അശോക് മിത്തലിന് രാജ്യസഭയിൽ പാർട്ടിയുടെ ഉപനേതാവിന്റെ ചുമതലയും നൽകിയിരുന്നു. 2012 മുതൽ ആം ആദ്മി പാർട്ടിയിൽ സജീവമായ ഒരു നേതാവാണ് രാഘവ് ചദ്ദ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായ രാഘവ് ചദ്ദ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ വക്താവായി TV ചർച്ചകളിൽ അടക്കം തിളങ്ങിയ വ്യക്തിയുമാണ്. 2015 ഡൽഹിയിൽ ആം ആദ്മി അധികാരത്തിലെത്തിയതിന് പിന്നാലെ 26 വയസ്സുണ്ടായിരുന്ന രാഘവ് ചദ്ദയെ പാർട്ടിയുടെ ദേശീയ ട്രഷററായി നിയമിച്ചു. 2019 സൗത്ത് ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2020 പാർട്ടി അദ്ദേഹത്തിന് പഞ്ചാബ് നിയമസഭ ഇലക്ഷന്റെ ചുമതല നൽകി. തുടർന്ന് പഞ്ചാബിൽ 92 സീറ്റ് നേടി ആം ആദ്മി അധികാരം പിടിക്കുകയും ചെയ്തു. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജീന്ദർ നഗർ മണ്ഡലത്തിൽ നിന്ന് രാഘവ് ചദ്ദ വിജയിച്ചു. പിന്നീട് 2022 പഞ്ചാബിൽ നിന്ന് അദ്ദേഹം രാജ്യസഭ അംഗമായി. സാധാരണക്കാരെ ബാധിക്കുന്ന എന്നാൽ പലരും പറയാൻ മടിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ രാജ്യസഭയിൽ രാഘവ് ചദ്ദ പറഞ്ഞിരുന്നത്. അച്ഛനാകുന്നവർക്ക് ഭാര്യയെയും കുഞ്ഞിനെയും പരിചരിക്കാനുള്ള അവധി, നഗരങ്ങളിലെ ഗതാഗത കുരുക്ക്, വിമാന കമ്പനികൾ അധിക ബാഗേജിന് ഈടാക്കുന്ന ഉയർന്ന ചാർജുകൾ, മൊബൈൽ കമ്പനികളുടെ 28 ദിവസത്തെ റീചാർജ് സംവിധാനം, മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ബാങ്കുകൾ ഈടാക്കുന്ന പിഴ, പഴച്ചാറെന്ന പേരിൽ പഞ്ചസാര വെള്ളം വിൽക്കുന്നുവെന്ന ആരോപണം തുടങ്ങി നിരവധി വിഷയങ്ങളാണ് അദ്ദേഹം രാജ്യസഭയിൽ ഉന്നയിച്ചത്. കൂടാതെ ഡെലിവറി ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുന്ന 10 മിനിറ്റ് ഡെലിവറി നയത്തിനെതിരെയും രാഘവ് ചദ്ദ ശബ്ദമുയർത്തിയിരുന്നു. ഇതിലുമൊക്കെ ഗൗരവതരമായ മറ്റൊരു വിഷയവും അദ്ദേഹം ഉയർത്തി കാണിച്ചിരുന്നു. കുറ്റവാളികളുടെ പ്രായമല്ല, ചെയ്ത ക്രൂരതയാണ് നോക്കേണ്ടതെന്ന് പാർലമെന്റിൽ രാഘവ് ചദ്ദ പറഞ്ഞിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ സമൂലമായ മാറ്റങ്ങൾ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ബലാത്സംഗത്തിന് ശ്രമിക്കുന്ന വ്യക്തി ഒരിക്കലും ആ ഇരയുടെ പ്രായം നോക്കാറില്ല. അപ്പോൾ പിന്നെ ശിക്ഷ വിധിക്കുമ്പോൾ മാത്രം കുറ്റവാളിയുടെ പ്രായം എന്തിനെ പരിഗണിക്കണം? ഇതാണ് അദ്ദേഹം ചോദിച്ചത്. കുറ്റകൃത്യത്തിന്റെ ഭീകരത കണക്കിലെടുക്കാതെ കുറ്റവാളി പ്രായപൂർത്തിയാകാത്ത ആളാണെന്ന പരിഗണന നൽകി ശിക്ഷയിൽ ഇളവ് നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഇത്തരം ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അവരുടെ പ്രായം നോക്കാതെ തന്നെ കഠിനമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും എങ്കിൽ മാത്രമേ സമൂഹത്തിൽ നീതി നടപ്പിലാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. മൃഗീയമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ അവസരം നൽകരുത് എന്ന രാഘവ് ചദ്ദയുടെ ഈ നിലപാട് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് നേടിയത്. ഇരയുടെ വേദനക്കും അവർ നേരിട്ട ക്രൂരതക്കും മുൻഗണന നൽകുന്ന രീതിയിൽ നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. ഇത്രയ്ക്ക് ജനകീയനായ സ്വീകാര്യനായ ഒരു നേതാവിനെയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. കേജ്രിവാളിനേക്കാൾ മുകളിൽ വളരുമോ എന്നതും ഒരു കാരണമായേക്കാം. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനിയും അവഗണനകൾ തുടർന്നാൽ രാഘവ് ചദ്ദ BJPയിലേക്ക് പോകും എന്നതാണ്. ചദ്ദയെ സ്വീകരിക്കാൻ BJP തയ്യാറെടുത്തു എന്നാണ് ചില റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ.